മാതാവിനും ആദ്യമേ തന്നെ നന്ദി. എൻ്റെ പേര് ജിൻഡു പിയൂസ്. ഞാൻ കോട്ടയം മാന്നാർ ഇടവകയിൽ നിന്ന് വരുന്നു. 2023 ഡിസംബർ 31 ഞാൻ ഉടമ്പടി എടുത്തത്. ഞാനൊരു നേഴ്സാണ്. 1 ഇയർ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെയായിരുന്നു ഞാൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങിയത്. A1 A2 ഞാൻ ഓൺലൈൻ ത്രൂ ആയിരുന്നു പഠിച്ചത്. സോ വർക്ക് ചെയ്യുന്നതിനിടയ്ക്കും കൂടെ ആയതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ B1 B2 ആയപ്പോഴത്തേക്കും റിസൈൻ ചെയ്ത് വന്ന് ഓഫ്ലൈൻ പഠിക്കാൻ വേണ്ടി തുടങ്ങി. എങ്കിലും കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്, ലാംഗ്വേജ് എടുക്കാൻ വേണ്ടി. എക്സാം ടെൻഷൻ എല്ലാമായി. അങ്ങനെ എക്സാം എഴുതുന്ന ടൈമായപ്പോൾ മമ്മി പറഞ്ഞു, നമുക്ക് ഉടമ്പടി എടുക്കാം, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് എക്സാം എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിസംബർ 2023 വന്ന് ഉടമ്പടി എടുത്തു. ഫസ്റ്റ് ഞാൻ എക്സാം എഴുതി. അത് ഞാൻ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ എക്സാം ഡേറ്റ് ഞാൻ ഓൾറെഡി എടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാനോ കാരുണ്യപ്രവൃത്തി ചെയ്യാനോ അങ്ങനെ ഒന്നും സാധിച്ചില്ല. അപ്പോൾ ആ എക്സാം ഞാൻ ഫെയിലായിരുന്നു. സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കാരുണ്യപ്രവൃത്തികൾ ചെയ്യാനും കുറേ പ്രാർത്ഥിക്കാനും ബൈബിൾ വചനം എഴുതാനും പഠിച്ചതിൽ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. ബൈബിൾ വാക്യം എഴുതാനും സാക്ഷ്യങ്ങൾ കാണാനും. അപ്പോൾ ആ സാക്ഷ്യത്തിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒരു സാക്ഷ്യം കേട്ടപ്പോഴത്തേക്കും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായിട്ട് എന്നെ ഉയർത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ആ വാക്യം ഞാൻ എഴുതി പ്രാർത്ഥിക്കാനും പഠിക്കുവാനും അതിന് മുന്നേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുവാനും ഒക്കെ തുടങ്ങി. സെക്കൻഡ് ഞാൻ എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ എല്ലാ മൊഡ്യൂളും പാസ്സാവുകയും അതുപോലെ തന്നെ അതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ അവിടെ നിന്നുള്ള ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ കിട്ടുകയും സെലക്ഷൻ ആവുകയും പ്രോസസ്സിങ് വളരെ പെട്ടെന്ന് തന്നെ. അതിപ്പോൾ ഞങ്ങളുടെ ഏജൻസി തന്നെ പറഞ്ഞു, ഭയങ്കര പെട്ടെന്ന് തന്നെയാണ് നിങ്ങളുടെ ഇത് സെലക്ഷൻസ് ആയതും ഓരോരോ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നതും. 6 to 7 മന്ത് അല്ലെങ്കിൽ 8 മന്തൊക്കെ എടുക്കേണ്ടത് ഇപ്പോൾ 4 to 5 മന്ത് 4 മന്തേ ആയുള്ളൂ. അതിനുള്ളിൽ തന്നെ മാക്സിമം ലീഡ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ 6 പേർക്കായിരുന്നു ഞങ്ങൾക്ക് അവിടെ സെലക്ഷൻ കിട്ടിയതെങ്കിൽ ഞങ്ങൾ അതിൽ 3 പേർക്ക്, അതിൽ 2 പേരുള്ളൂ ഞങ്ങൾ ഫുൾ മൊഡ്യൂൾ പാസ്സായതും പേപ്പർ പ്രോസസ്സിങ് നടക്കുന്നതും ഉള്ളൂ. ഇപ്പോൾ നെക്സ്റ്റ് ഡേ എനിക്കൊരു റീ ഇൻ്റർവ്യൂവും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് VFSന് വെക്കാമെന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അപ്പോൾ ഞാൻ എക്സാമിന് പോകുന്ന സമയത്ത് ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് കൊണ്ടുപോയി ഞാൻ എക്സാം എഴുതുന്ന അവിടെയും അതുപോലെ തന്നെ എക്സാം സെൻറ്റർ ഫ്രണ്ടിലും പിന്നെ തൈലം പൂശിയിട്ട് പോകുമായിരുന്നു. എന്നിട്ട് ആൻസർ ഷീറ്റിൻ്റെ അവിടെ ഞാൻ കുരിശ് വരച്ച് വയ്ക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കാശുരൂപം ഇതൊന്നും ഞാൻ അലൗഡല്ല, എങ്കിലും ഞാൻ അകത്ത് എൻ്റെ ഓൺ റിസ്കിൽ എന്ന രീതിയിൽ മാതാവ് കൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഓരോ എക്സാം എഴുതി കഴിഞ്ഞിട്ട് പേപ്പറിനെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. സെക്കൻഡ് എൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, എൻ്റെ ചേട്ടായി ജർമ്മനിയിലാണ് MTech പഠിക്കുന്നു. അപ്പോൾ അവൻ ബയോമെഡിക്കൽ ഫീൽഡായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ജോബ് വേക്കൻസീസ് കുറവാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് അവന് ചേഞ്ച് ചെയ്യണമായിരുന്നു. അങ്ങനെ കുറച്ച് നാളെടുത്തു അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അങ്ങനെ സെക്കൻഡ് ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ അവൻ്റെ നിയോഗം വയ്ക്കുകയും അത് അവൻ്റെ കോഴ്സ് ചേഞ്ച് കിട്ടുകയും പാസ്സാവുകയും ചെയ്തു. പിന്നെ എൻ്റെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഞങ്ങളുടെ അവിടെ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരു അമ്മച്ചിമാരുടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഇവിടുത്തെ ഉള്ള കൃപാസന പത്രം ഞാൻ പ്രത്യേകമായിട്ട് വചനം എഴുതി ഓരോ പേപ്പറിനകത്ത് ഞാൻ പിൻ ചെയ്തിട്ട് ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്നേഹം നിറഞ്ഞവരെ, ജിൻഡു എന്ന സഹോദരി തൻ്റെ ജീവിതത്തിൽ